ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വളരെ അനുഗ്രഹമുള്ള മറ്റൊരു ദൈവവചന സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രാർത്ഥനയിൽ എന്താണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മളെല്ലാവരും എന്നും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ സബ്ജക്റ്റ് ഇതാണ്: പ്രാർത്ഥനയിൽ ഐക്യമുണ്ടാകണം, വിഘടിച്ച് നിന്ന് പ്രാർത്ഥിക്കരുത്. ഈ ഒരു വിഷയം ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ ബോധ്യമായിരിക്കും. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ ഞാൻ വരുത്തിയ ചില മാറ്റങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലമുണ്ടായതായി അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. വിഘടിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. എന്താണ് വിഘടിച്ച് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് പ്രാർത്ഥനയെല്ലാം ഒരുമിച്ചായിരിക്കും, എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനസ്സുകൾ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വിഘടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വഴക്കിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയോ, ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥയോ, മിണ്ടാത്തയോ വെറുപ്പിൻ്റെ അവസ്ഥയോ മാറി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി വിഘടിച്ചു നിൽക്കുക. അതായത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു, നമുക്കൊരു ഇന്ന കാര്യം ചെയ്യാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ കുടുംബത്തിലെ മറ്റൊരു വ്യക്തി പറയുന്നത് അത് വേണ്ട, എന്നാൽ ഇദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് മനസ്സുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഐക്യമില്ല. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഭൂമിയിൽ നിങ്ങൾ 2 പേർ ചോദിക്കുന്ന എന്ന വാക്കിൻ്റെ പിറകിൽ ബൈബിളിൽ ചേർത്തിരിക്കുന്ന ഒരു വാക്കാണ് യോജിച്ച്. ഭൂമിയിൽ നിങ്ങൾ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്ന ആ ഒരു വചനത്തിൽ ഒരു വാക്ക് എന്നെ വളരെയേറെ സ്വാധീനിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മാറ്റം വരുത്താൻ ഇടയാക്കിയിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. വചനം ഇതാണ്: ഭൂമിയിൽ നിങ്ങൾ 2 പേർ എന്തെങ്കിലും ചോദിച്ചാൽ എന്നല്ല, നിങ്ങൾ ഭൂമിയിൽ 2 പേർ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി എന്ത് പ്രാർത്ഥിച്ചാലും എന്നല്ല, അവിടെ യോജിച്ചു പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഒരേ മനസ്സുണ്ടായി ഒരു കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിക്കാനും ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കാനും ഒക്കെയായി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം ഒരാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് വിദേശത്തേക്കൊന്ന് പോകണം. അവിടെ കുറച്ച് നാൾ, ഒരു 2 വർഷമെങ്കിലും ജോലി ചെയ്ത് ഉള്ള കടബാധ്യതകളൊക്കെ മാറ്റി തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചു. ഈ ആഗ്രഹത്തെ കുടുംബം ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തു. ആ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്: ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ആൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഈ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അവർ ദൈവവചനം കേട്ടു, പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു. അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു. അദ്ദേഹം വിദേശത്തേക്ക് പോയി. ആ സമയത്ത് ഈ പോയ വ്യക്തിയുടെ ജീവിത പങ്കാളി പ്രാർത്ഥനയിൽ അല്പം ഒരു മാറ്റം വരുത്തി. ഇത് കുടുംബത്തിലെ പ്രാർത്ഥനാ സമയങ്ങളിൽ മക്കളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പുറപ്പെടുന്ന ശബ്ദം, ഉറക്കെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് അവിടെ നന്നായിട്ട് ജോലിയിൽ തുടരാൻ, നല്ല സാഹചര്യം ഉണ്ടാകാൻ, നല്ല ശമ്പളം കിട്ടാൻ, അതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിത പങ്കാളി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 6 മാസമൊക്കെ അവിടെ നിന്നതിന് ശേഷം തിരിച്ചിങ്ങോട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചാൽ അതിനുള്ളൊരു അനുഗ്രഹം, അതിനുള്ള വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വ്യക്തി ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. 1 വർഷം തികയുന്നതിന് മുമ്പ്
2 വർഷം ജോലി ചെയ്യാൻ പോയ ഈ വ്യക്തി 1 വർഷം പോലും തികയുന്നതിന് മുമ്പ് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട വന്നു. പിന്നീട് പോകുന്നില്ല എന്ന തീരുമാനത്തിൽ നാട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തിക്ക് പിന്നീട് ഒരു വിഷമമാണ്, 2 വർഷം എനിക്ക് തികയ്ക്കാൻ കഴിഞ്ഞില്ല. 2 വർഷം ഞാൻ അവിടെ തികച്ചായിരുന്നെങ്കിൽ എൻ്റെ ഈ കടം മുഴുവൻ ഞാൻ അങ്ങ് വീട്ടിയേനെ. എനിക്ക് നല്ലൊരു സാഹചര്യം എല്ലാം വന്നു, എനിക്ക് എന്തുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ വ്യക്തി പ്രാർത്ഥനയിൽ വരുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിയും ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വെളിപ്പെടുത്തലുകൾ ആ സമയത്ത് ലഭിക്കുകയാണ്. ഈ വ്യക്തിക്ക് 2 വർഷത്തെ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയ വ്യക്തിയുടെ ഒരു തടസ്സമായി അവിടെ വന്നിരിക്കുന്ന കാര്യം, അവിടെ തുടരാൻ കഴിയാതെ പോയതിൻ്റെ കാരണം, ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എങ്ങനെയും തിരിച്ചു വന്നാൽ മതി. അവിടെ പ്രാർത്ഥനയിൽ ഒരു വിഘടിപ്പ് വന്നു. ഒരേ മനസ്സോടെ അല്ല പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയിൽ വിഘടിച്ച് നിന്നാൽ ആഗ്രഹിക്കുന്ന ഫലം പ്രാർത്ഥനയിൽ നിന്ന് സ്വീകരിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. അതാണ് വിശുദ്ധ ഗ്രന്ഥം. ഓരോ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ഫുൾ സ്റ്റോപ്പിനും കോമയ്ക്കും എല്ലാം പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഓരോ വാക്കിനും പ്രത്യേക ഒരു കടൽ പോലെ അർത്ഥമുണ്ട്. അത് നോക്കി, വിശുദ്ധ മത്തായി സുവിശേഷം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ, ഒരു കുടുംബത്തിലിരുന്ന് 3-4 പേർ ഒരുമിച്ച് യോജിച്ച് പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഒരു കുടുംബം. ആ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലെ 2 പേര് പ്രാർത്ഥിക്കരുത്, ആ ബിസിനസ് തുടങ്ങണ്ടായിരുന്നു, അത് തുടങ്ങിയിട്ട് വലിയ നഷ്ടമില്ല, ലാഭമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് വിഘടിപ്പ് വന്നുകൊണ്ട് വീണ്ടും അതേ വിഷയം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയിൽ ഒരു മെച്ചമില്ല. പ്രിയപ്പെട്ടവർ, ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് റിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുക. റിപ്പയർ ചെയ്യണം. കേടുപറ്റിയ വാഹനം ഓടിച്ചോട് നടക്കരുത്, അത് കൂടുതൽ കേടാകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ റിപ്പയർ വരുത്തേണ്ട കുറേ മേഖലകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ കുറച്ചാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബത്തിലെ 4, 5, 10 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ആ വ്യക്തികളുടെ മേൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാലേ ഒരു കുടുംബത്തിൽ അനുഗ്രഹമുള്ളൂ. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാലേ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായത്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, എന്നാൽ ഈ പ്രാർത്ഥന നടത്തുക അല്ലാതെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ഒരു അനുഗ്രഹവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഗ്രഹമൊന്നും വരുന്നില്ല? അപ്പോൾ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആത്മീയ ബോധ്യം ഇതാണ്: പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉള്ളവർ തന്നെ മനസ്സുകൊണ്ട് മാറി വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഒരാൾ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, അതൊന്നും അത്രയും വേണ്ട, ഈ രീതി മതി. വിഘടിച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പുറത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാവരും കണ്ടാൽ ചിരിക്കുന്നവരും, എല്ലാവരും കണ്ടാൽ സംസാരിക്കുന്നവരും, പരസ്പരം സൗഹൃദം പങ്കിടുന്നവരും കൂട്ടായ്മയിലുള്ളവരുമാണ്. പക്ഷെ വിഘടിച്ച് നിൽക്കുന്നത് പ്രാർത്ഥനയിൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറംകൊണ്ട് ചിരിക്കുന്നവരാണ്, കാണുമ്പോൾ മിണ്ടുന്നവരാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ഒരു വീട്ടിലുള്ളവർ തന്നെ ഒരേ കാര്യത്തിന് വിഘടിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, എൻ്റെ കുടുംബത്തിലെ ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, എൻ്റെ മക്കൾക്കും, എൻ്റെ ജീവിത പങ്കാളിക്കും എല്ലാം ഇതേ മനസ്സ് തന്നെയാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി വേണം പ്രാർത്ഥനയിൽ നിയോഗം വെക്കാൻ. എനിക്കൊരു നിയോഗമുണ്ട്, ഞാനത് വെച്ചു, ഞാനത് തുടങ്ങി, അത് മിക്കവാറും പരാജയത്തിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. നിങ്ങൾ ഭൂമിയിൽ 2 പേർ പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങൾ ഭൂമിയിൽ 2 പേർ യാചിച്ചാൽ പോരാ, നിങ്ങൾ ഭൂമിയിൽ 2 പേർ കുറെ പ്രാർത്ഥന നടത്തി, പ്രാർത്ഥനാ യോഗങ്ങളിൽ, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ എല്ലാം പങ്കെടുത്തു, ധ്യാനം കൂടി എന്ന് പറയുന്നില്ല. നിങ്ങൾ ഭൂമിയിൽ 2 പേർ യോജിച്ച് പ്രാർത്ഥിക്കണം. ഒരേ മനസ്സു വേണം. നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു മാറ്റം വേണ്ട ഒരു അത്യാവശ്യ മേഖലയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഈ വചനത്തിന് കൂടുതൽ ബോധ്യം നൽകുന്നവയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. അവർ ഏക മനസ്സോടെ, അവിടെയും ഒരു യോജിപ്പ് വരികയാണ്, ഒരു യോജിപ്പ്. അവർ ഏക മനസ്സ്, അവിടെ പുറത്തെ ഒരു ഐക്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മനസ്സിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ എല്ലാവരും ഒരുമിച്ചിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരുടെ മനസ്സിനെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അവർ ഏക മനസ്സോടെ,
മനസ്സുകൾ തമ്മിലുള്ള ഐക്യം കണ്ട് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മനസ്സുകൾ തമ്മിൽ വിഘടിച്ച് നിന്ന് കുടുംബത്തിലോ സമൂഹത്തിലോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലോ ഒന്നും പ്രാർത്ഥിക്കരുത്. അതല്ല ഫലം. ഏക മനസ്സ്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ 50 പേരുണ്ട്. 50 പേർക്കും ഒരേ മനസ്സാണോ എന്ന് ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വം നിൽക്കുന്നയാൾ അത് അറിഞ്ഞിരിക്കണം. 50 പേരുണ്ടെങ്കിൽ 20 പേർക്ക് ഒരു മനസ്സ്, 15 പേർക്ക് വേറൊരു മനസ്സ്, പിന്നെ ഒരു കുഴപ്പമില്ല അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു 10-15 പേര്. അങ്ങനെയുള്ള കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്കല്ല ഫലം. പ്രാർത്ഥനയിൽ ഏക മനസ്സ് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 അതാണ് പഠിപ്പിക്കുന്നത്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ കുടുംബത്തിൽ ഇന്നു മുതൽ മനസ്സിൻ്റെ ഐക്യത്തിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു പ്രത്യേക കൃഷി ചെയ്യാൻ പോകുമ്പോൾ, ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുമ്പോൾ, ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, എന്തു കാര്യത്തിനാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരുമ്പോൾ അവിടെ ഏക മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെന്നെ ബോധ്യപ്പെടുത്തിയത് മറ്റൊരു അനുഭവത്തിലൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വൈദികനാകാൻ ആഗ്രഹിച്ച് പോകുവാൻ ഒരു അഭിപ്രായം വീട്ടിൽ പറഞ്ഞു. വൈദികനാകാൻ പോകാൻ ആഗ്രഹിച്ച് ഈ അഭിപ്രായം പറയുമ്പോൾ വീട്ടിലെ 3 പേര് സപ്പോർട്ട് ചെയ്തു. അമ്മ മാത്രം പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേര് 5 പേരുള്ള ഈ കുടുംബത്തിൽ 3 പേര് സപ്പോർട്ട് നിൽക്കുന്നു, ഒരാൾ എതിര് നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി, വൈദികനാകാൻ പോകാൻ ആഗ്രഹിച്ച വ്യക്തി തറപ്പിച്ച് പറയുന്നു, എനിക്ക് മറ്റൊരു തീരുമാനമില്ല, ഞാൻ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ്, ആഗ്രഹിച്ചെടുത്ത തീരുമാനമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വിളി അതാണ് എന്ന് തിരഞ്ഞെടുത്ത് അദ്ദേഹം സെമിനാരിൽ പോകാൻ ആഗ്രഹിക്കുന്നു. സെമിനാരിൽ പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ അമ്മ എപ്പോഴും ഒരു എതിരഭിപ്രായമാണ്. പോകണ്ട, ഇവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുക എന്ന അഭിപ്രായമാണ് അമ്മയ്ക്കുള്ളത്. എന്നാൽ മറ്റു 3 പേർക്ക്, സഹോദരന്മാർക്കും സഹോദരിക്കും അപ്പനും ഒരു സെമിനാരിൽ പോകുന്നതിന് എതിരഭിപ്രായമില്ല. ഈ അവസ്ഥയിൽ സെമിനാരിൽ പോയതിന് ശേഷം ഈ എതിര് നിന്ന അമ്മ ഉടനെ അഭിപ്രായമൊക്കെ മാറ്റി. സെമിനാരിൽ പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ അമ്മയ്ക്കായി. ഈ അമ്മ എവിടെ ചെന്നാലും എല്ലാവരോടും പറയുമായിരുന്നു. സ്വന്തക്കാരോട് പറയും, ബന്ധുക്കളോട് പറയും, ഒരു കല്യാണത്തിന് പോയാൽ അവിടെയുള്ളവരോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, എൻ്റെ മകൻ ഇങ്ങനെ സെമിനാരിൽ പോയി നല്ല വൈദികനായി വരാൻ, അഭിഷിക്തനായി വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ മകൻ സെമിനാരിൽ പോയതിൽ ഈ അമ്മയ്ക്ക് അതിയായ സന്തോഷമാണ്. ആദ്യം ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ ഈ അമ്മ ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ സെമിനാരിയിൽ നിന്ന് അവിടെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഈ വ്യക്തി അവിടെ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് തുടർ വിദ്യാഭ്യാസം നടത്തി, പഠിച്ചു, ജോലി മേടിച്ചു. 10-30 വയസ്സ് കഴിഞ്ഞ് 31-ാമത്തെ വയസ്സായി, 32-ാമത്തെ വയസ്സായി. അദ്ദേഹത്തിന് വിവാഹം ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട എന്ന അഭിപ്രായം പറഞ്ഞു. എനിക്ക് വേണ്ട, വിവാഹം ആലോചിക്കേണ്ട. 32 വയസ്സായിട്ടും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് വീട്ടിൽ കർശനമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വിവാഹം ആലോചിക്കേണ്ട. അപ്പോൾ ഈ അമ്മയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഭയങ്കര ഒരു വിഷമമുണ്ടായി. ഞാനിനി എങ്ങനെയെങ്ങാനും പ്രാർത്ഥിച്ചത് കൊണ്ടാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാനിനി ഇങ്ങനെയെങ്ങാനും പ്രാർത്ഥിച്ചുകൊണ്ടാണോ അവൻ തിരിച്ചു വന്നത്? ഞാനിനി ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന പ്രശ്നമായോ എന്ന് ചിന്തിച്ചു. ഈ അമ്മ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ മകൻ ഇങ്ങനെ സെമിനാരിൽ പോയപ്പോൾ ഞാനിങ്ങനെ ഇഷ്ടമുള്ളതായിട്ടൊക്കെ നടിച്ചു. സെമിനാരിൽ പോയപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അവൻ സെമിനാരിൽ പോയതിൽ എനിക്ക് സന്തോഷമാണെന്ന അഭിപ്രായമാണ് പറഞ്ഞതെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു, എങ്ങനെയേലും അവിടെ നിന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന്. അവിടെ നോക്കിക്കേ, ഒരു കുടുംബത്തിലെ 3 പേർ ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരാൾ അതിൽ നിന്ന് അല്പം മാറി ഏക മനസ്സ് നഷ്ടപ്പെട്ട് വിഘടിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ ഉള്ളിലാണ് പ്രാർത്ഥിച്ചത്. ഇത് പുറമെ ഒച്ചത്തിൽ വാക്കുകളുടെ രൂപത്തിലല്ല പ്രാർത്ഥിച്ചത്, ഇത് ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായപ്പോൾ മുതൽ ആ വ്യക്തിക്ക് സെമിനാരിയിൽ തുടരാൻ കഴിയാത്തൊരു തടസ്സമുണ്ടായി. അതായത് ഞാനും ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാതെ പോകുന്നത് മനസ്സുകളുടെ ഐക്യമില്ലാതെ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമില്ല.
അത് വളരെ കൃത്യമാണ്. അതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. ഞങ്ങൾ എന്ന വാക്കുണ്ട്. ഞങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. അവിടെയും കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലെയും ഞാൻ എന്നല്ല, ഞങ്ങൾ എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സിൻ്റെ അടുപ്പം പ്രാർത്ഥനയ്ക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ അനേകം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം മനസ്സിൻ്റെ ഐക്യമില്ലായ്മയാണ്. ഭർത്താവ് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഭാര്യ ഉടനെ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യവും ബിസിനസ് നടത്തിയപ്പോൾ ഇന്നല്ല, ഇനിയും ബിസിനസ് ചെയ്യാൻ പോകണ്ട. ഉടനെ അവിടെ എതിർപ്പ് നിൽക്കുന്നു. എതിരഭിപ്രായത്തോടെ നിൽക്കുമെങ്കിലും ഭർത്താവ് ഉടനെ ആ ബിസിനസ് ചെയ്യാൻ പോകുന്നു. വീണ്ടും പ്രശ്നമാകുന്നു. അതിലൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഉടനെ പറയുന്നു, നീ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ വെറുതെ പറയുന്ന വാക്കാണെന്ന് ചിന്തിച്ചോ. ഒരു കുടുംബത്തിൽ എന്ത് കാര്യം ചെയ്താലും ആ കുടുംബത്തിലെ ആളുകളുടെ ഐക്യത്തിലുള്ള പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഭിന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കരുത്. ഇത് അനേകം അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാനും കുറേ പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. നമ്മളെല്ലാം ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അളവിനേക്കാൾ കൂടുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നവരാണേലും പ്രാർത്ഥനയിൽ നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ് മനസ്സിൻ്റെ ഐക്യമില്ല. ഒരാൾ ഒരു രീതിയിൽ പ്രാർത്ഥിക്കും, വേറൊരാൾ അതേ രീതിയിൽ പ്രാർത്ഥിച്ചാലും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും, അത് ശരിയാകരുത്. നമ്മൾ ഉള്ളിൽ മറ്റൊരു കാര്യം, അവിടെ നിന്ന് മനസ്സിൻ്റെ ഐക്യത്തിൽ നിന്ന് മാറി വിഘടിച്ച് നിന്ന് ഐക്യത്തിൽ പ്രാർത്ഥിക്കത്തില്ല. അത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ അനുഗ്രഹത്തിന് വലിയൊരു തടസ്സമാണ്. അതാണ് വചനം കൃത്യമായി പഠിപ്പിക്കുന്നത്. അവർ ഒരുമിച്ചിരുന്നു എന്നല്ല, ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തിൽ ഇന്നു മുതൽ ഒരു ഏക മനസ്സുണ്ടാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏക മനസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവം ഞാൻ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇപ്രകാരമാണ്. ഒരു കുടുംബത്തിലെ 3 ആൺമക്കളുള്ള കുടുംബമാണ്. വളരെ സാമ്പത്തികമായുള്ളൊരു കുടുംബമാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ്. മക്കൾക്കൊക്കെ ജോലിയുള്ള കുടുംബമാണ്. നല്ല പ്രാർത്ഥനയുള്ള കുടുംബമാണ്. സന്തോഷമുള്ള കുടുംബമാണ്. ആ ഒരു ദേശത്തെ തന്നെ മാതൃകയിൽ ജീവിക്കുന്ന, നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന, ഒരു കാലഘട്ടത്തിൽ നല്ല പ്രാർത്ഥന, ഐക്യത്തിലുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ടായിരുന്നു. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന സന്തോഷം വീണ്ടും ഇരട്ടിയായി. ആ മൂത്ത വ്യക്തി, വിവാഹം കഴിച്ച് കൊണ്ടുവന്ന വ്യക്തി നല്ല പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ കുറേ കൂടെ പ്രാർത്ഥനാന്തരീക്ഷം വന്നു, നല്ല സന്തോഷമായി. എങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഇളയ മകൻ്റെ അടുത്തയാളുടെ വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് മൂത്തവൻ്റെ ഭാര്യ തന്നെയാണ്. മൂത്തവൻ്റെ ഭാര്യ തന്നെയാണ് പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട്, ആ കല്യാണം നമുക്ക് ആലോചിക്കണം, അത് വേണം, ഇത് വേണം. എല്ലാത്തിനും നേതൃത്വവും മുൻപന്തിയിൽ നിന്നും പ്രാർത്ഥിക്കാൻ പോയതും എല്ലാം മൂത്തവൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എന്നാൽ ഈ മൂത്ത വ്യക്തിയുടെ ഭാര്യ ഉള്ളിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്. ഉള്ളിൽ പ്രാർത്ഥിച്ചൊരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്: കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഇത്ര പെട്ടെന്നൊന്നും ഈ കല്യാണം നടക്കരുത്. കാരണം ഈ കുടുംബത്തിൻ്റെ സന്തോഷ സമാധാനമൊക്കെ ഇനി ഇവൻ കെട്ടിക്കൊണ്ട് വരുന്ന അവളിലൂടെ പോയാലോ എന്നൊരു പേടി ഈ വ്യക്തിക്ക്. ഇനി പെട്ടെന്ന് ഞാൻ ഈ സന്തോഷമൊക്കെ പോവോ, അതുകൊണ്ട് കല്യാണമൊക്കെ നടന്നോട്ടെ, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെ നടന്നാൽ മതി, ഞങ്ങളങ്ങോട്ട് മാറി താമസത്തിന് ശേഷം ഈ കല്യാണം നടന്നാൽ മതി എന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ കുടുംബം അനുഭവിക്കുന്നത് ഈ വ്യക്തിയുടെ പ്രാർത്ഥനയല്ല, എന്ത് കാര്യം ചെയ്തിട്ടും വിവാഹത്തിനൊരു തടസ്സം പോലെ ഈ കുടുംബത്തിൽ തോന്നുകയാണ്. സാമ്പത്തികമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, എല്ലാ കാര്യം ഉണ്ടെങ്കിലും വിവാഹത്തിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ. എല്ലാം വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നവരെയാവും, പക്ഷെ തടസ്സം നിൽക്കുകയാണ്. അങ്ങനെ ആ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കുഞ്ഞൊരു തെറ്റ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. എന്താണ് വെളിപ്പെടുത്തി തന്ന കാര്യം? ഇതാണ്: പ്രാർത്ഥനയിൽ ഏക മനസ്സില്ല. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ഉള്ളിൽ പ്രാർത്ഥിക്കുകയാണ്, ഇത് ഇച്ചിരി കഴിഞ്ഞിട്ട് നടന്നാൽ മതി, ഈ അനുഗ്രഹം ഇപ്പോൾ കിട്ടരുത്. പ്രാർത്ഥനയിൽ ഐക്യമില്ലാതെ വരുന്നത് അനുഗ്രഹത്തിന് തടസ്സമാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറിയൊരു കാര്യം തുടങ്ങാനായിരിക്കും, ചെറിയൊരു കാര്യം, ഒരു ഏക്കർ സ്ഥലം, ഒരു കൃഷി ഇറക്കാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ കൃഷി ഇറക്കുന്നതിന് മുമ്പ് പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ഐക്യം വളരെ 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 100 പ്രാവശ്യം വളരെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത്രയും പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവം എങ്ങനെയാണ്
പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ഏക മനസ്സോടെയാണ്. ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണമാണ് ആ കുടുംബത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയാണ് ആ കുടുംബത്തിൽ വേഗത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ രീതി തന്നെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ പ്രാർത്ഥനാ രീതിയാണോ ഇവിടെ തടസ്സം നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ഞാനായിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ആ വ്യക്തിയായിരിക്കും, ഈ വ്യക്തിയായിരിക്കും, അവരായിരിക്കും, ഇവരായിരിക്കും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനാ രീതിയിലായിരിക്കും. പ്രാർത്ഥിക്കുന്നയാളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രാർത്ഥനയുടെ രീതി. ഏക മനസ്സില്ല, ഒരുമയോടെ അല്ല പ്രാർത്ഥിക്കുന്നത്, ഉള്ളിൽ വിഘടിച്ച് നിന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഒരു തടസ്സമായി വരാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞ് ഈ ശുശ്രൂഷയ്ക്ക് കുറച്ചുകൂടെ, ഈ ഒരു വചന ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്കൊരു ബോധ്യം, ഈ വചന ശുശ്രൂഷയുടെ ഒരു ബോധ്യം കിട്ടാൻ ആഗ്രഹിക്കും. ഒരു വ്യക്തി ഈ വചന സന്ദേശം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇത് വളരെ ശരിയാണ് അച്ഛാന്ന് പറഞ്ഞു. ഇത് വളരെ ശരിയാണ്. എന്താണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് വർഷം മുമ്പ് കോഴികളെ വളർത്തുന്ന ഒരു കുഞ്ഞൊരു ഫാം തുടങ്ങാൻ ആഗ്രഹിച്ചു. ഉടനെ എൻ്റെ ഭാര്യ പറഞ്ഞു, കോഴി ഫാമൊന്നും വേണ്ട, അത് പ്രശ്നമാകും. നിങ്ങൾ ഇന്നാളെ 2 വർഷം മുമ്പ് ഇന്നത് ചെയ്തില്ല, അതെല്ലാം എവിടെ എത്തി, ഇവിടെ അത് പോയില്ല, ഇത് പൈസ പോയില്ല, അതുകൊണ്ട് കോഴി ഫാം ചെയ്യണ്ട. ഇദ്ദേഹം ഉടനെ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ ഈ കോഴി ഫാം തുടങ്ങും. ഇദ്ദേഹം കുറച്ച് പൈസ ലോൺ എടുത്തു, കോഴി ഫാം ഒക്കെ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ കോഴി ഫാം തുടങ്ങിയെങ്കിൽ അതിനകത്തൊരു ഒറ്റ കോഴി പോലും നല്ലൊരു മെച്ചത്തിലേക്ക് വന്നിട്ട് എല്ലാം വാവൊളിച്ചു, അല്ലാതെ അസുഖം വന്നു, എല്ലാം ചത്തുകെട്ടുപോയി. അന്ന് ഇദ്ദേഹത്തിന് പിടികിട്ടിയില്ല. പിന്നീട് ഒരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ഈ വ്യക്തി ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, എന്തായാലും കോഴി ഫാം തന്നെ തുടങ്ങും, ആ ഫാമിനുണ്ടാക്കിയ സ്ഥലമൊക്കെ അങ്ങനെ വെറുതെ കിടക്കുകയല്ലേ. അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചവർ കോഴി ഫാം തുടങ്ങാൻ വേണ്ടി കോഴി കുഞ്ഞുങ്ങളെ മേടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ സന്ദേശം കേട്ടപ്പോൾ പറഞ്ഞു, ശരിയാ, ഞങ്ങൾ അന്ന് അറിയാതെ ചെയ്തതാണെങ്കിലും എനിക്കിന്നൊരു പുതിയ ബോധ്യം, ഒരു പുതിയ അനുഭവം ഉണ്ടായിരിക്കുകയാണ്. അന്ന് ഒരു കാലഘട്ടത്തിൽ കോഴി ഫാം തുടങ്ങിയത് വിഘടിച്ച് നിന്ന്, ഭാര്യ ഭർത്താവിന് 2 ആശയമാണ്, ഒരാൾ തുടങ്ങണം, ഒരാൾ തുടങ്ങണ്ട. വിഘടിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഗുണം ഉണ്ടായില്ല. അതിനുശേഷം ഒരു ഐക്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി. പ്രിയപ്പെട്ടവരെ, ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു തിരുത്തൽ വരുത്താൻ കാരണമാകട്ടെ. പ്രാർത്ഥനയിൽ ഐക്യത്തിൽ നിന്നേ പ്രാർത്ഥിക്കാവൂ. ചെറിയ കാര്യം തുടങ്ങാനായിരിക്കാം, കുഞ്ഞൊരു കാര്യമായിരിക്കാം, അതിനെന്തിനാ ഇത്ര ഐക്യം, അതിനെന്തിനാ ഒരേ മനസ്സ് ചിന്തിക്കരുത്. ഐക്യത്തിൽ പ്രാർത്ഥിക്കണം. അതാ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും, യോജിച്ച് ചോദിക്കുന്ന എന്ന വചനത്തിൻ്റെ താഴെ 3-4 പ്രാവശ്യം നമ്മൾ വരയിട്ട് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. ഭൂമിയിൽ നിങ്ങൾ 2 പേരും 2 രീതി പ്രാർത്ഥിക്കുമ്പോഴല്ല, യോജിച്ച് പ്രാർത്ഥിക്കണം. അതാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യം. അവർ ഏക മനസ്സോടെ, അവിടെ ഏക മനസ്സ് എന്നെഴുതിയിരിക്കുന്നു. അവർ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. കുറേ പേർ പ്രാർത്ഥിച്ചത് ഒരേ മനസ്സോടെയാണ്. അതാണ് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും ശിഷ്യന്മാരെല്ലാം ഒത്തിരി പേര് ഒരുമിച്ചിരുന്നപ്പോൾ അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് ഏക മനസ്സ്. ആ പ്രാർത്ഥനയിൽ അത്ഭുതം നടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും. നമ്മുടെ പ്രാർത്ഥനയിൽ അല്പം ഒരു മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ ഏക മനസ്സ് കൊണ്ടുവരണം. കുടുംബത്തിലെ പ്രാർത്ഥന നയിക്കുന്ന, കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ചോദിക്കണം, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന ആ രീതിയിൽ പ്രാർത്ഥിക്കരുത്. ഭിന്ന അഭിപ്രായത്തോടെ പ്രാർത്ഥിക്കരുത്. ഏക മനസ്സോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ സർവശക്തനായ ദൈവം ഇന്നും നിങ്ങൾക്ക് തരണം. അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ പലതും തുടങ്ങാനും പലതും ആരംഭിക്കാനും പലതും ചെയ്യാനും വീട് വെക്കാനും പറമ്പ് മേടിക്കാനും പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ വചനം കേൾക്കുന്നത്. നിങ്ങൾ ഓർത്തോ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ ആഗ്രഹിക്കുന്നതിലല്ല, ഒരുമിച്ച് കൂട്ടായ്മയിൽ ഒരേ മനസ്സോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവിക ഇടപെടൽ അവിടെ നിങ്ങളുടെ പ്രാർത്ഥനാ മേഖലകളിൽ കടന്നു വരും. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചൊരു ഗുണമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല, എല്ലാത്തിനും ദൈവം അനുഗ്രഹം തന്നല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നിടത്ത് വലിയ അനുഗ്രഹമുണ്ട്. ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ ഈ നല്ല ബോധ്യമാണ് നിങ്ങൾക്ക് സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്നത്. പ്രാർത്ഥനയിൽ വിഘടിച്ച് നിൽക്കരുത്. പ്രാർത്ഥനയിൽ ഏക മനസ്സ് വേണം. ഒരേ കാര്യത്തിൽ ഏക മനസ്സോടെ, ഒരു വിഷയത്തിൽ ഏക മനസ്സ്, ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. അതിനുള്ള വലിയൊരു കൃപ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.